ടു അവർ ചാനൽ മർഫാട്ക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു CCTV ക്യാമറ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ടയർ കാണുന്നില്ല, അപ്പോൾ ആ ടയർ ഉപയോഗിച്ച് നമുക്ക് ഒരു ചെടിച്ചട്ടി എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, ടൈം കളയുന്നില്ല, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യമായി ആവശ്യമുള്ളത് ഒരു ടയറാണ് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു കാറിൻ്റെ ടയറാണ്. അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ കാണാം. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന്. ഒരു ഇങ്ങനെ V പോലെ രൂപത്തിൽ നമ്മൾ അങ്ങനെ V പോലെ ഒരു M പോലെയൊക്കെ നമ്മൾ ചുറ്റോറും ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അപ്പോൾ നിങ്ങൾ കാണാൻ ഞാനൊരു ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്ത് പിന്നെ നമ്മൾ മുഴുവനായിട്ട് അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. ഒരു മുള്ള് ഷേപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ കയ്യിലൊരു മാർക്കർ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു പെൻസിൽ ഉപയോഗിക്കണം. അത് നിങ്ങൾ കാണില്ല, എന്നാൽ നിങ്ങൾക്ക് അവസാനം ആകുമ്പോൾ മനസ്സിലാവും ഞാനങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരിക്കലും അതിൻ്റെ തുമ്പത്തിലോട്ട് ആ നടുവിലുള്ള ചെറിയ വട്ടല്ലേ അതിലൂടെ ഒരിക്കലും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം അവിടെ ഒരു കമ്പിയാണുള്ളത്. അതൊന്നും നമ്മൾ ഒരിക്കലും അങ്ങോട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഒരു കത്തി ഉപയോഗിച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം നല്ല പാടുപെട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ കൈമുൻ തട്ടാതെ നോക്കണം. നല്ല പാടുണ്ട് നമുക്കിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണാം. ഞാൻ ഇപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല പാടുണ്ട്, അപ്പോൾ കൈ മുറിയാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും നമ്മൾ കൃത്യമായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തതൊക്കെ. അപ്പോൾ മുഴുവനായി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. മുഴുവനായി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കണ്ട് പിന്നെ ഗപ്പിനൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. അതിന് ശേഷം നമ്മളിത് കമത്തി ഒന്ന് ഇടാണ് ഈ ടയർ വേണ്ടത്. അപ്പോൾ നമ്മൾ കമത്തിയിട്ട് അതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ചവിട്ടി കൊടുത്താൽ തന്നെ ഇതുപോലെ കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് മറിച്ചിട്ട് പിന്നെ ശേഷം നമ്മളിത് കാലുകൊണ്ട് ചവിട്ടിയത് ഉള്ളിലുള്ള ഭാഗം പുറത്തേക്കും പുറത്തുള്ള ഭാഗം ഉള്ളിലേക്ക് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം മറിച്ചിട്ട് പിന്നെ മുകൾ ഭാഗം ചവിട്ടി ഈസി അത് മറിയും. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ നല്ല പാടുണ്ട് കേട്ടോ ഇതെടുക്കാനായിട്ട്. അപ്പോൾ നല്ല റിസ്ക് എടുത്ത് വേണം നമ്മൾ ചെയ്യുന്ന റിസ്കിനനുസരിച്ച് നമ്മളിത് അത്ര ഉഷാറായി കിട്ടും ചെയ്യും. അതാണ് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നല്ല റിസ്ക് എടുത്ത് നമ്മളിത് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഭാഗം കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്കൊന്ന് കൈ വൃത്തിയാക്കി പെയിൻ്റ് അടിക്കാൻ മാത്രമാണ് പണിയുള്ളത്. അപ്പോൾ ഞാൻ അതപ്പോൾ പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇത് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 40 രൂപ വിലയുള്ളൊരു പെയിൻറ്റിൻ്റെ ഒരു ടിന്ന് മേടിച്ച് അത് ഞാനിപ്പോൾ 2 ടയർ അടിക്കുന്നുണ്ട്. അപ്പോൾ കാരണം ഒരു ടയർ ഉണ്ടാകുമ്പോൾ അധികം ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ 2 ടയർ അടിച്ച് 2 ടയർ ഇതുപോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ 2 ടയർ ഞാൻ അതുപോലെ തന്നെ നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
മഴ ഉണ്ട് എന്നാലും നമ്മൾ വെച്ചിട്ടുണ്ട് ചെടിച്ചട്ടി. പിന്നെ ചെടിച്ചട്ടിൻ്റെ മുകൾ ഭാഗത്ത് കട്ട് ചെയ്തെടുത്ത ഒരു ഭാഗം ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ അടിയിലോട്ട് വെക്കണം. അപ്പോൾ ഞാനത് 2 ചെടിച്ചട്ടി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ അടിഭാഗത്ത് വെച്ചിട്ടുള്ളത് കമ്മിറ്റിയാണ് വെച്ചിട്ടുള്ളത്, അതും നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെടി കുഴിച്ചിടും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെടി നടാട്ടോ. ഞാൻ അപ്പോൾ എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നല്ലൊരു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മീനിനെ വേണമെങ്കിൽ വളർത്താം. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ മീനിനൊക്കെ വളർത്തുമ്പോൾ മീനിനൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഇത് ചെയ്തു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, കാരണം നിങ്ങളെ അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. എന്നാലും ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലും വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.